ശ്ലോകം 4. ത്വൽഭക്ത്യാ തുഷ്ടബുദ്ധേഃ. ഹേ ഭഗവൻ, ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭക്തി കൊണ്ട് തന്നെ അവൻ്റെ ബുദ്ധി അങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അതാണ് തുഷ്ടബുദ്ധേഃ. എപ്പോഴും അവന് എന്താണ് ചെയ്യാനുള്ളത് അതെല്ലാം ശരിക്ക് ബുദ്ധിയിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. തുഷ്ടബുദ്ധേഃ. ആനന്ദം അവന് അനുഭവിക്കാൻ സാധിക്കുന്നു. സുഖമികചരതഃ. അവൻ്റെ ജീവിതം എപ്പോഴും സുഖപ്രദമാണ്. സുഖം ബ്രഹ്മാനന്ദം. അതാണ്. വേറെ ഒന്നുകൊണ്ടും ആ സുഖം ലഭിക്കുന്നതല്ല. അത് ഏതുപോലെയാണ്? അതാണ് പറയുന്നത്. വിച്യുതാശസ്യ ച ആശാഹ. യാതൊരു ആഗ്രഹവുമില്ലാതെ സഞ്ചരിക്കുന്നവൻ. വിച്യുത ആശസ്യ, ഒരാഗ്രഹവും ഇല്ലാതെ കണ്ട് സഞ്ചരിക്കുന്നവൻ. വിച്യുതാശസ്യ. അവന് ഭഗവാനുള്ളതായ ആ ഭക്തി കൊണ്ട് ആദ്യം അവൻ്റെ അന്ധഃകരണം പരിശുദ്ധമാകുന്നു, അവന് സന്തോഷമുണ്ടാകുന്നു. അവൻ ഇഹ സുഖം ചരതഃ. ഈ ലോകത്തിൽ സുഖമായിട്ടവൻ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവന് ഇടയ്ക്ക് വിഷയരസം വരാം. അതാണ്. ആ വിഷയരസം വരുന്ന സമയത്തും അവൻ ഈ ഭഗവാനുള്ളതായ ഭക്തി കൊണ്ട്, ആ ഭക്തി ജ്വലിച്ചു നിൽക്കുന്നതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നു. സർവാസ്യു സൗഖ്യമയ്യഃ. ആശാഹ സർവാഹ സൗഖ്യമയ്യഃ. ആശാഹ ദിക്കുകൾ. എല്ലാ ദിക്കും അയാൾക്ക് സൗഖ്യത്തെ, സുഖത്തെ പ്രദാനം ചെയ്യുന്നത്, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ എവിടെ പോയാലും അയാൾക്ക് ആനന്ദം മാത്രമാണ്. ആനന്ദം മാത്രമാണ്. ഏതുപോലെയാണിത്? സലിലകുഹരകസ്യ ഇവ തോയൈകമയ്യഃ. മീന് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കണം. അതിന് 4 ഭാഗത്തും വെള്ളമാണ്. അതുപോലെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവത് ഭക്തി കൊണ്ട് അയാൾക്ക് എപ്പോഴും ആനന്ദം, ആനന്ദം മാത്രം. ശങ്കരാചാര്യസ്വാമികളെ പറയുന്നുണ്ട്, നന്ദതി നന്ദതി നന്ദത്യേവ. എപ്പോഴും അയാൾക്ക് ആനന്ദിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? മനസ്സ് ഭഗവാനിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതാണ് കാരണം. മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ള ആളുടെ അടുത്ത് പോയിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നോക്കൂ. അയാൾക്ക് പണം കൊടുക്കാൻ എനിക്ക് വേണ്ട, ഇപ്പം തന്നെ ഞാൻ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമില്ല, ഇപ്പോൾ ഉള്ളതെല്ലാം മതി. സ്വയം ഖലു ഇന്ദ്രലോകം. ആ സ്വർഗം തരാം, വേണ്ട, എനിക്ക് വേണ്ട. കമലജഭവനം. ആ ബ്രഹ്മാവിൻ്റെ സത്യലോകം തരാം, വേണ്ട, എനിക്ക് വേണ്ട. യോഗസിദ്ധി. യോഗം കൊണ്ട് വരുന്നതായ പല സിദ്ധികൾ ആരും കാണാതെ കണ്ടിരിക്കാൻ സാധിക്കാം. എവിടെ വേണോ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ളതായ സിദ്ധികൾ അത് തരാം. ന ആകാംക്ഷതി. അയാൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഭാഗവതം പറയുന്ന അതിമനോഹരമായ ഒരു ശ്ലോകമാണ്. അത് നമ്മൾ മിക്ക കൂട്ടർക്കും അത് കാണാപ്പാടമായിരിക്കാം. എങ്കിലും ശരിയായ ഒരു ഭക്തൻ അയാൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ന പാരമേഷ്ട്യം. പരമേഷ്ടിയുടെ പദം ആഗ്രഹിക്കുന്നില്ല, ബ്രഹ്മാവിൻ്റെ പദം. ന മഹേന്ദ്രധിഷ്ണ്യം. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം. ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി
അപുനർഭവം വാ ന യോഗസിദ്ധീരപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഭാഗവതം 11:14-14. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഭഗവാൻ തന്നെ തൻ്റെ ഭക്തൻ എങ്ങനെയുള്ളതാണെന്ന് പറയുകയാണ്. ഭഗവാൻ പറയുന്ന വാക്കാണ്. അവന് ആ ബ്രഹ്മാവ് പരമേഷ്ഠി അദ്ദേഹം താമസിക്കുന്നതായ ആ സത്യലോകം വേണ്ട. ന മഹേന്ദ്രധിഷ്ണ്യം ഇന്ദ്രൻ വസിക്കുന്നതായ ആ സ്വർഗം വേണ്ട. ന സാർവഭൗമം ഈ ഭൂമിയുടെ ചക്രവർത്തി സ്ഥാനം സാർവഭൗമൻ അത് വേണ്ട. ന രസാധിപത്യം ആ താഴത്ത് ഭൂമിയുടെ താഴത്തുള്ളതായ ലോകം പ്രഹ്ലാദൻ മുതലായവരിയ്ക്കുന്നില്ലേ ആ ലോകം രസാധിപത്യം അതും വേണ്ട. പിന്നെയോ ന യോഗസിദ്ധി യോഗസിദ്ധികൾ വേണ്ട. അണിമാ മഹിമാ ചൈവ ലഹിമാ ഗരിമാ തഥാ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാഗാമ്യമേവ ച അതൊന്നും വേണ്ട. എന്തു വേണോ അത് കയ്യിൽ കിട്ടുന്നതാണ് പ്രാപ്തി. പ്രാഗാമ്യം അല്ലെങ്കിൽ പ്രാകാശ്യം എന്ന് പറയും. എവിടെ വേണോ ഇപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും. ഒന്നും വേണ്ട. പിന്നെന്താണ്? മയ്യർപ്പിതാത്മാ എന്നിൽ മനസ്സർപ്പിച്ചിട്ടുള്ളവൻ മദ്വിനാ അന്യത് നയിച്ചതി മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത് എന്നെ കൂടാതെ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അവന് ഞാൻ മാത്രമാണ് വേണ്ടത്. ഈ വിധത്തിൽ ആവണം നമ്മൾ. ഇതാണ് ശ്രേഷ്ഠനായ ഭക്തൻ. ഒരാഗ്രഹവുമില്ലാതെ കണ്ട് എനിക്ക് ഭഗവാനുമായുള്ളതായ ഐക്യം ആണ് വേണ്ടത്. ഭഗവാന്റെ തന്നെ ശ്രേഷ്ഠമായ ലോകങ്ങളാണ് സ്വർഗം, ഇന്ദ്രലോകം എന്നൊക്കെ പറയുന്നത്. ഇന്ദ്രലോകം, മറ്റേ സത്യലോകം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ തന്നിട്ടുള്ളതാണ്. ഈ യോഗസിദ്ധികൾ ഒന്നും വേണ്ട. എനിക്ക് നിരന്തരം ഭഗവാന്റെ സ്വരൂപം എന്താണ്? സാന്ദ്രാനന്ദാവബോധാത്മകം, എപ്പോഴും സത്തും ചിത്തും ആനന്ദമായിട്ടിരിക്കുന്ന ആ അവസ്ഥയാണ് എനിക്ക് വേണ്ടത്. അതല്ലാതെ കണ്ട് എന്നെ അല്ലാതെ കണ്ട് അവനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഭഗവാൻ ഭക്തനെക്കുറിച്ച് പറഞ്ഞതാണ്. മോക്ഷസൗഖ്യേ അഭി അനീഹ നാകാംക്ഷരി, അവൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഭക്തിമാർഗത്തിൽ അവന് മോക്ഷം കിട്ടാം. സ്വയം അനുപതിതേ മോക്ഷസൗഖ്യേ അഭി അനീഹ, ഈ ഭക്തിയിലൂടെ മോക്ഷം കിട്ടുന്നതും വേണ്ട, ആ മോക്ഷവും വേണ്ട. ഏതത് ആസ്ഥാം, മറ്റു പറഞ്ഞൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതുപോലും അവന് വേണ്ട. അവന് ആ ഭഗവത് സ്വരൂപവുമായിട്ട് ഏകീഭവിക്കുക. ജീവാത്മ പരമാത്മ ഐക്യം, ജീവബ്രഹ്മൈക്യം മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്.